ആലപ്പുഴ ജില്ല വീണ്ടും മോഷണ പരമ്പരകൾക്ക് വേദിയാവുകയാണ്. കുറുവ സംഘങ്ങളാണ് മോഷണങ്ങൾക്ക് പിന്നിലെന്ന സംശയം എല്ലാ തലത്തിലും ബലപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ആലപ്പുഴ SP മോഹനേന്ദ്രൻ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. സർ, ഈ മോഷണത്തിന്റെ രീതി ഇതാണോ കുറുവ സംഘങ്ങളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോലീസിനെ എത്തിക്കുന്നത്? ഒന്നാമത്തെ കാര്യം പരമ്പരയൊന്നും ആയിട്ടില്ല. ഒരു 3-4 കേസാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ മോഡസ് ഓപ്പറാൻഡിയാണ് ഒരു പ്രത്യേകത. മോഡസ് ഓപ്പറാൻഡി സോഫ്റ്റ് ടാർഗറ്റ്സ് ആണ് ഇവർ നോക്കാറ്. സോഫ്റ്റ് ടാർഗറ്റ്സ് എന്ന് പറയുന്നത് ബാക്ക്ഡോർ എൻട്രി ഈസി ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവർ നോക്കുന്നത്. മുമ്പത്തെ 2009 മുതൽ ഇവിടെ കായംകുളത്തൊക്കെ മുമ്പത്തെ കേസുകൾ ക്രൈം റെക്കോർഡ്സിലുണ്ട്. 2009 ഒരു 30-40 കേസുകൾ ഒന്നിച്ച് പിന്നെ ഡിറ്റക്ഷൻ ആയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ കോട്ടയം ജില്ലയിലുള്ള പല കേസുകളുണ്ട്. പിന്നെ നോർത്തേൺ ഏരിയയിലെ കുറച്ച് കേസുണ്ട്. അതെല്ലാം നോക്കുമ്പോൾ അതിൽ കാണുന്നതൊന്ന് ഒരു ബാക്ക്ഡോർ എൻട്രിയാണ് കൂടുതൽ കാണുന്നത്. അതൊരു ഈസി ബ്രേക്കബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ ആണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് നമുക്കത് ആ ടൈപ്പിലോ കുറവ ഗ്യാങ്ങിലേക്കാണെന്ന് സംശയിക്കാം. കുറുവ സംഘമാണെന്ന് സംശയിക്കുമ്പോൾ പോലും അവരിലേക്ക് എത്താൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒരു സ്പെസിഫിക് ലീഡ് ഇക്കാര്യത്തിലുണ്ടോ? അല്ല, എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 1-2 ദിവസത്തിനുള്ളിൽ തന്നെ, അടുത്ത ദിവസം തന്നെ അതിൽ നമുക്ക് ആളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് മനസ്സിലാവുന്നത്. കാരണം അതിൽ കുറച്ച് ഏകദേശം ഓവറാണത്. ഇത് 2 പേർ സംഘം മാത്രമാണ്. സാറിന് ഈ കുറുവ സംഘം എന്ന് പറയുമ്പോൾ 7ഓളം വരുന്ന ഒരു ടീമായിട്ടാണ് ഈ വിവിധ ഇടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അവരുടെ ഒരു രീതിയും വ്യത്യസ്തമാണ്. നമുക്കിവിടെ ഈ CCTV ദൃശ്യങ്ങളിൽ 2 അംഗ സംഘങ്ങളാണ് ഈ പലപ്പോഴും പല വീടുകളിലും കയറി ഇത്തരം മോഷണ ശ്രമങ്ങളും മോഷണങ്ങളും നടത്തുന്നത്. പഴയ പല കേസുകളിലും ഇവർ സ്കാറ്ററായിട്ട് പോകുന്ന സമയത്ത് 4-5 പേരായിരിക്കുമ്പോൾ പോലീസ് പിടികൂടും, നാട്ടുകാർ പിടികൂടാൻ ചാൻസ് കൂടുതലായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ 2-3 ആയിട്ട് സ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ 2 അംഗ സംഘം മാത്രമാണോ കൂടുതൽ സംഘങ്ങളുണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ടോ? അത് സ്പെസിഫിക് ആയിട്ടില്ല. ഇതിൽ നമുക്കൊരു 2-3 പേരെ കുറിച്ച് പ്രീവിയസ് ഹിസ്റ്ററികളെ കുറിച്ച് ഇൻഫോർമേഷൻ ഉണ്ട്. അത് വെച്ചാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. എത്ര പേരുണ്ടെന്നുള്ളത് കൃത്യമായിട്ടുള്ള ഇവിടുത്തെ ഓപ്പറേഷനിൽ മനസ്സിലായിട്ടില്ല. അല്ല, അവരെ മണ്ണാഞ്ചേരി 2 കേസ്, 3 കേസ്, പുന്നപ്ര 1 കേസ്, ടോട്ടൽ 4-5 കേസാണ് ഇപ്പോൾ ഓർമ്മ വന്നത്. ചേർത്തലയിൽ അതുമാതിരി 2 കേസ്. ഇതാണ് ഇപ്പോൾ നമുക്ക് അപ്പുറം അറ്റംപ്റ്റ് ഉണ്ടാകാറുണ്ട് കൂടുതലായി. അറ്റംപ്റ്റ് നടന്നു. ഇതിൽ 1-2 അറ്റംപ്റ്റ് ആണ്, സക്സസ് ആയിട്ടില്ല. കുറുവ സംഘം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ തെഫ്റ്റ് നടക്കുന്ന സമയത്ത് അവരെ അറ്റാക്ക് ചെയ്യുന്ന രീതി കൂടിയുണ്ട്. പക്ഷേ നമ്മുടെ അത്തരമൊരു ക്രൈം കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇല്ല, ഇതുവരെ റിപ്പോർട്ട് ചെയ്തതിലൊന്നും മറ്റേ ഫിസിക്കൽ ടോർച്ചേഴ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ റെസിസ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ടും കൂടി ആയിരിക്കാം. റെസിസ്റ്റൻസ് എന്തെങ്കിലും ഉണ്ടാകുമ്പോഴാണ് സാധാരണ അറ്റാക്കിലേക്ക് പോകാറുള്ളത്. അത് റെസിസ്റ്റൻസ് ഇല്ലാത്തതിനെ കൊണ്ടായിരിക്കാം. നോക്കാം, അത് മനസ്സിലാവും. എനിക്ക് തോന്നുന്നു ഒരു വിത്തിൻ 3-4 ഡേയ്സ് ഒരു ഫൈനലൈസേഷൻ ആവും. പ്രതിയെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റ് അടക്കമുള്ള നടപടികൾ എത്രയും വേഗം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. നടക്കും. അറസ്റ്റ് നടക്കും, അടുത്ത് നടക്കും. ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ അങ്ങനത്തെ സാഹചര്യമൊന്നുമില്ല. പിന്നെ ആളുകളോടൊന്ന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്ക് ഡോർ സോഫ്റ്റ് ടാർഗറ്റ്സ് ആണിത്. അതുകൊണ്ട് ഫ്രണ്ട് ഡോർ ഇത്രമാത്രം ഇൻടാക്ട് ആണോ അതുപോലെ തന്നെ ബാക്ക് ഡോറും കൂടി ഇൻടാക്ട് ആക്കാൻ ശ്രമിക്കുക. ഒരു പ്രിവെന്റീവ് മെഷർ. രണ്ടാമത്തത് പെട്രോളിംഗ് എന്ന് പറയുന്നത് പബ്ലിക്കിന്റെ പല ഈ റെസിഡൻഷ്യൽ അസോസിയേഷനും മറ്റേ സന്നദ്ധ സംഘടനകളും മറ്റുമൊക്കെ പെട്രോളിംഗ് നടത്തുന്നുണ്ട്. ആ പെട്രോളിങ്ങിനെ കൊണ്ടൊരു പ്രത്യേകിച്ചൊരു ഗുണം കാണുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, പെട്രോളിംഗ് ഏരിയ പോയി കഴിഞ്ഞാൽ ബാക്കിൽ കവർ ചെയ്ത ഏരിയ വീണ്ടും സേഫ് ആവുകയാണ്. അപ്പോൾ ആ ഭാഗത്ത് നടന്ന സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് ശരിക്ക് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വേണ്ടതെന്ന് വെച്ചാൽ ഒരു 8-10 വീടുകൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടുത്തെ ഒരു 3-4 ചെറുപ്പക്കാർ ഏതെങ്കിലും ഒരു വീട്ടിൽ ഉണർന്നിരിക്കുക എന്ന് പറയുന്നത് അവിടെ മറ്റേ മ്യൂസിക് സിസ്റ്റം ഓപ്പൺലി പ്ലേ ചെയ്തും അല്ലെങ്കിൽ കൂടുതൽ വെളിച്ചം വരുന്ന രീതിയിലും മറ്റുമൊക്കെ ആണെങ്കിൽ പിന്നെ ആ ഏരിയ ഒരു ഓപ്പറേറ്റ് ചെയ്യാതെ മറ്റുള്ളവരുടെ പ്രസൻസിൽ അത് പോകും. അങ്ങനെ ഒരു 8-10 വീടുകളുടെ ഒരു ശ്രദ്ധയിൽ വെക്കുകയാണെങ്കിൽ അവിടുന്ന് രാത്രി ഇത് പീക്ക് അവർ എന്ന് പറയുന്ന ഒരു 12:30 to ഒരു 2:30, 3 o'clock ആണ്. ഒരു 12:30 മുതൽ 2:30-3 മണി വരെയാണ് സാധാരണ ഉണ്ടാവാറ്. അപ്പോൾ ആ സമയം ഒന്ന് അലേർട്ടായിട്ടിരിക്കുക. എന്നിട്ട് വല്ല ശബ്ദമോ മറ്റോ കേൾക്കുന്ന സമയത്ത് ഒന്ന് ഇവിടേക്ക് ചെല്ലുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി ആളുകളെ കൈയോടെ കിട്ടാനുള്ള ചാൻസ് തന്നെ കൂടും. പെട്രോളിങ്ങിലെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പെട്രോളിംഗ് നടത്തുന്ന സമയത്ത് ഈവൻ പോലീസ് പെട്രോളിംഗ് പോലും ഇപ്പോൾ നമ്മളവിടെ മഫ്റ്റിയിലും സിവിൽ ഡ്രസ്സിലുള്ള പതിയിരിക്കലും മറ്റതൊക്കെയാണ് പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം പോലീസ് വെഹിക്കിളിലെ പെട്രോളിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് അത് കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഏരിയ സേഫാണെന്നുള്ളതാണ് അവരുകൂടി മനസ്സിലാക്കുന്നത്. ജില്ലയിലെ പോലീസ് സംവിധാനത്തെ നമ്മളിപ്പോൾ മൊബിലൈസ് ചെയ്തുകൊണ്ടുള്ളൊരു അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എത്ര ദിവസത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയും? മൊബിലൈസ് ചെയ്തുകൊണ്ട് സ്റ്റേഷനിലെ അടക്കം മൊബിലൈസേഷൻ ഉണ്ട്. നൈറ്റിലെ സമയത്താണ് കൂടുതൽ നമ്മൾ ഈ മൊബിലൈസേഷൻ ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഒരു 4-5 നോർമലി ഒരു പോലീസ് സ്റ്റേഷനിൽ വീട്ടിൽ
ഒരു പെട്രോളിംഗ് വെഹിക്കിൾ മാത്രം ഉണ്ടാവാറ്. അതിന് പകരം സിവിൽ ഡ്രസ്സിലും മറ്റുമാക്കിയിട്ട് ഇപ്പോൾ 3-4 ടീമുകൾ അയക്കുന്നുണ്ട്. അത് ഇതുവരെ വൾണറബിളായി തോന്നിയിരിക്കുന്ന കുറച്ച് പോലീസ് സ്റ്റേഷൻസ് ലിമിറ്റ്സ് ഉണ്ട്. ആ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ മാത്രം, ജില്ലയിലെ എല്ലാ പോലീസൊന്നും അതിന് ഉപയോഗിച്ചിട്ടില്ല. ഈ ജില്ലയ്ക്ക് പുറത്തേക്ക് ഇവർ കടക്കാനുള്ള സാധ്യത അത് തള്ളിക്കളയുന്നുണ്ടോ പോലീസ്? അല്ല, അത് നമുക്ക് പറയാൻ വയ്യ. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം എറണാകുളം മുനമ്പം ഒക്കെ ഭാഗത്ത് എവിടെയോ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് പറഞ്ഞു കിട്ടും, മറ്റു സ്ഥലങ്ങളിലും പറഞ്ഞിട്ട്. അതുകൊണ്ട് എല്ലാ സ്ഥലമൊന്നും പറയാൻ വയ്യ, ഏതൊക്കെ സ്ഥലത്തുണ്ടെന്ന് നമുക്ക് പറയാൻ വയ്യ. എത്രയും വേഗം പരിഹരിക്കും, എത്രയും വേഗം ഈ പ്രതികളെ പിടികൂടി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. ഷുവർ, അത് കിട്ടും. ഓക്കെ.